ഹായ്, നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നല്ല മധുരമുള്ള സുഗിയാനാണ് കേട്ടോ എടുത്തു കൊടുക്കാൻ വേണ്ടി പോണത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ബട്ടൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റ് തരിക. ആദ്യം സുഗിയന് വേണ്ട ചെറുപയർ 2 കിലോ ഒന്ന് കഴുകി വൃത്തിയാക്കാം. നമുക്കൊന്ന് ചെറുപയർ വേവിക്കാൻ വെക്കാം. ലേശം ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുപയർ ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇറക്കി വെച്ച് അതിൻ്റെ വെള്ളം ഒന്ന് ഫുള്ളായിട്ട് കളയാം. നമുക്ക് ആദ്യം ഒരു 1/4 കിലോ അവിൽ ഒന്ന് വറുത്തെടുക്കാം. ഇത് നമ്മൾ ചെറുപയറിൽ മിക്സ് ചെയ്യാനാണ് കേട്ടോ. അവിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അവിൽ വറുത്ത് റെഡിയായിട്ടുണ്ട്. നമുക്കൊന്ന് കൊട്ടി വിടാം. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാൻ കുറച്ച് നെയ്യ് ഒഴിക്കാം. ആദ്യം നമുക്ക് ആദ്യം ഒന്ന് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറിയ ചെറിയ കഷ്ണമായിട്ട് വറുത്തെടുക്കാം.
അപ്പോൾ നമുക്ക് സുഖിയാനുള്ള ബെല്ലൊന്ന് ഉരുക്കിയെടുക്കാം. ഒരു 1.5 ഗ്ലാസ് വെള്ളം മതി കേട്ടോ. ഞാൻ പിടിക്കുന്നത് ഒരു 3/4 കിലോ ബെല്ലമാണ്, 2 കിലോ ചെറുപയറിന് എടുക്കുന്നത്. നമുക്കിതിൽ ഒരു 4-5 ഏലക്കായി അല്ലിയാക്കി എടുത്താണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സുഖിയൻ്റെ മിക്സിങ് ഒന്ന് നോക്കാം കേട്ടോ. നമ്മൾ വറുത്ത് വെച്ച അവിൽ ചെറുപയറിൽ ഒന്ന് കൊട്ടിവിടാം. വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഒന്ന് കൊട്ടിവിടാം. മുന്തിരി ഒന്ന് കൊട്ടിവിടാം. ഒരു മുറി തേങ്ങ ചിരവിയിട്ട് വറുത്തെടുത്താണ് കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്ത് വിടാം. നമുക്ക് ബെല്ലപ്പാവ് ഇതിലൊന്ന് മിക്സ് ചെയ്ത് വിടാം. നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ചെറുപയറും അവിലും അണ്ടിപ്പരിപ്പും മുന്തിരി തേങ്ങ വറുത്തെടുത്തതും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ബോൾ വലുതും ചെറുതാക്കാം കേട്ടോ. സുഖിയാനെടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചെറുപയർ വേവിക്കുമ്പോൾ വെള്ളം തീരെ പാടില്ല. വെള്ളം കംപ്ലീറ്റ് ഒഴിച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ മിക്സിങ്ങിന് എടുക്കാൻ. അതുപോലെ തന്നെ ബെല്ലപ്പാവ് കാച്ചുമ്പോഴും 1 ഗ്ലാസ്സോ 1.5 ഗ്ലാസ്സിലോ ബെല്ലപ്പാവ് കാച്ചിയാൽ മതി. നമുക്ക് സുഖിയൻ പൊരിക്കാനുള്ള മാവൊന്ന് മിക്സ് ചെയ്യാം. അതിന് 2 കിലോ മൈദ ആണ് എടുക്കുന്നത്. അത് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ അപ്പക്കാരം ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1/2 കിലോ അപ്പത്തിനും ദോശക്കും ഇഡ്ഡലിക്കും ഒക്കെ ആട്ടിയെടുക്കുന്ന മാവില്ലേ, അത് 1/2 കിലോ അതിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അധികം ലൂസ് പാടില്ല, കട്ടിയിലെടുക്കണം. മാവ് ഇതുപോലെ നല്ല കട്ടിയിലെടുക്കണം കേട്ടോ. ഓരോന്ന് കൊണ്ടുപോയി കൂടെ പോകുമ്പോൾ എല്ലാം ഒപ്പം വെച്ചില്ല.
അതാ നോക്കാവും